ജാപ്പനീസ് ആണോ അതോ ചൈനീസ് ആണോ? ഓ സ്വീറ്റ് അല്ലേ? എടാ ഷോളി, ഓ മൈ ഗോഡ്. ഞാൻ ആരാന്നോ? അല്ല, നമസ്കാരം ഒന്ന്. ഉമ്മയോ? അല്ല, ഉമ്മയല്ല, നിനക്ക് സുഖമാണോന്ന്. എനിക്ക് ഭയങ്കര കൊറേ ഉമ്മ ഉമ്മ. എന്നാലും നിന്റെ ലാംഗ്വേജസ് ഒക്കെ അങ്ങ് മാറി കാലമായി. സത്യം. ഏതാ ഈ മുട്ടക്കടങ്ങളവൻ? അതെന്റെ ഹസ്ബൻഡാ. പോടുന്നു. സീരിയസ്ലി? എടി നീ ചൈനയിൽ പോയത് എന്നോട് പഠിക്കാനാണെന്നൊക്കെയല്ലേ പറഞ്ഞേ? പഠിക്കാൻ ചെന്നപ്പോഴേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ ഹൂക്ക് ചെയ്ത്. പണ്ടാണോ ആ ആള് നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവൾക്കിത് പണ്ടും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൾ അപ്പൊ തന്നെ ഹുക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. നാണം കെടുത്തില്ലേ? അല്ല, പുള്ളിക്ക് മലയാളമൊക്കെ അറിയോ? മലയാളം കോച്ച് അരിയ. അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ പഠിപ്പിച്ചെടുത്തു. മാറ്റാണ്. പിന്നെ പറ അവിടുത്തെ വിശേഷങ്ങളെ കാര്യങ്ങൾ. അവിടൊക്കെ അടിപൊളി വിശേഷമാണ്. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായി. 2 കുട്ടികളും ഉണ്ട്. എന്താ കുട്ടികളുടെ പേര്? രാജേഷ് പൂനാച്ചു, സുമേഷ് ചൂന പിപി. അത് മലയാളവും ചൈനീസും കൂടി മിക്സ്. ഞാൻ കുന്നംകുളത്താണല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് പേരിട്ടതാ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? രാജേഷ് മൂത്ത മോൻ. രാജേഷ് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന. എടി, വേറെ കാര്യം പറയട്ടെ. ചേട്ടനെ എലീനെ ഭയങ്കര ഇഷ്ടമാണ്. എലീനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഗായ്സ്, കാണുന്നുണ്ടോ? ചൈനയിൽ വരെ എനിക്ക് ഫാൻസ്. അല്ല, ചൂന ചൂച്ചി. ചൂന ചൂച്ചിയോ? ഈ ചെരീനെ എനിക്ക് ഇഷ്ടം. ഈ അജീന ഇഷ്ടം മനുഷ്യൻ. ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാ. ഞാൻ എലിയൊന്നും കഴിക്കൂല. ഒള്ളി പാമ്പ്. നല്ല ടേസ്റ്റാ. ഞാൻ കഴിച്ചു. ഒന്നും പറയാൻ പറ്റില്ല. നീ ഇപ്പൊ അവിടുത്തെ കൾച്ചറായി പോയല്ലോ അല്ലേ? പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സിന്റെ ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ അവിടെ എങ്ങാനും വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയണ്ടേ? എല്ലാവരുടെയും മുഖം ഇതുപോലെ തന്നെ ഇരിക്കണം. 3 വർഷമായിട്ട് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റും. കൊള്ളാം. എന്തായാലും വിശേഷമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരുപാട് രസമുണ്ട്. ആളുടെ ഫാമിലിക്കൊക്കെ കൃഷിയാണ്. കൃഷി. ബിസിനസ് മെയിൻ എന്താണ്? അതാ, ആൾക്ക് വാഴകൃഷിയാ. വാഴകൃഷി? വാഴകൃഷി. ആളുടെ അച്ഛൻ മരവാഴ. അല്ല, മരവാഴ കൃഷി. ഓ, മരവാഴ കൃഷി വേറെ ഉണ്ടല്ലോ. ചെളി ഞാൻ ഈ ഉമ്മയിലാണ് അങ്ങ് വീണത്. എന്നെ ചെളി ഇത്? അതെ, പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? ഇത് അവിടെ സ്ഥിരമുള്ളതാ. എന്തെങ്കിലും പറ, 1 2 പറഞ്ഞ് അങ്ങ് വഴക്ക് കൂടും. പിന്നെ ഇങ്ങനെ ഒരു ഉമ്മ തരുമ്പോ അതങ്ങ് സോൾവ് ആവും. ഇതൊക്കെ തന്നെയല്ലേ? നീ വരുന്നൊന്ന് നേരത്തെ പറഞ്ഞ നീ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞേനെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ചൈനയിലൊക്കെ കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനൽ അവിടെ എന്തെങ്കിലും കിട്ടുമോ? അതിന് അങ്ങനൊന്നും പറയണ്ട. ഒറിജിനൽ ഒറിജിനൽ കൊറോണ. ലോകം മൊത്തം കൊറോണ ചൈന പ്രൊഡക്ഷൻ. ഗുഡ്. കൊറോണ കൊടുത്തില്ലേ ഒറിജിനല്? അത് മാത്രം വേണ്ടായിരുന്നു ഒറിജിനല്. കൊറോണ വന്നായിരുന്നോ? അയ്യോ, ഏറ്റവും കൂടുതല് ഇങ്ങനെ കിടക്കുമായിരുന്നു ICUല്.
നിങ്ങൾ നേരത്തെ ഈ ആക്ഷനൊക്കെ കാണിച്ചപ്പോയില്ലേ ഞാൻ ഭയങ്കര ത്രില്ലായി. അത് ചൈനയിൽ ഈ ആയോധന കല ഭയങ്കര ഫേമസ് ആണല്ലോ. അതായത് ഈ കട്ട അടിച്ചു പൊട്ടിക്കുക, 100 കട്ട വെച്ച് അടിച്ചു പൊട്ടിക്കുക, പിന്നെ ഈ ഇഷ്ടിക മറ്റേതൊക്കെ വെച്ചിട്ട് അതിനെ ഇടിച്ചു പൊട്ടിക്കുക, പിന്നെ ഓട് നിർത്തി വെച്ച് അടിച്ചു പൊട്ടിക്കുക. ചേട്ടാ ഇതിൽ ഏതാ ചെയ്യുന്നത്? ആ ചേട്ടൻ കരാട്ടയാണ്. പിന്നെ 1-2 ഓടൊന്നും അല്ല പൊട്ടിക്കുന്നത്. പിന്നെ ഒരു ദിവസം 42 ഓടാണ് ഒറ്റ ഇടിക്ക് പൊട്ടിച്ചത്. അത് 42 ഓട് ആ. ഞാൻ ഒരു കാർ ഓടിച്ച് ഓടിട്ട വീട്ടിൽ കൊണ്ട് ഇടിച്ചു. അങ്ങനെ 142 ഓട് പൊട്ടി എന്നെ പോലീസ് പിടിച്ചു. വെരി ഗുഡ്. ആ പൊട്ടിക്കലൊക്കെ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്ന അതല്ലല്ലേ. അയ്യോ, അല്ല നിങ്ങൾക്ക് ഇതല്ലാതെ കലാപരമായ കഴിവ് എന്തെങ്കിലും ഇവിടെ നീ കോളേജിലൊക്കെ ഭയങ്കരമായിട്ട് പാടില്ലായിരുന്നോ? പാട്ട് പാടും. അപ്പൊ ഇവിടെ പെർഫോം ചെയ്യടാ. ആ അതും കൂടെ പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ അപ്പിയറൻസിലൊക്കെ വന്നത് അതുകൊണ്ടാണ്. അതായത് ഇപ്പൊ വൈറലൊക്കെ ആയിട്ടേ ഈ കപ്പിൾസ്, ചൈനീസ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് വൈറലാവാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ, ഞാൻ ചൈനയിൽ പോയപ്പോഴേ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്. ശരി, ആ പാട്ട് ഞാൻ പാടാം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പാട്ട് തന്നെ. ആണോ? അത് പാടാം. വാ. Appa to to umma kira to appa kira umma kita to tita appa kira umma kita tita. ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും. സപ്പോർട്ടീവ് ഹസ്ബൻഡ്. My wife very China. ചീനിയോ? ചീഞ്ഞില്ല. കഴിഞ്ഞിട്ടില്ല നല്ല My wife പാട്ട് China. ഇല്ല ചീനില്ല. ഇതുവരെ ഓക്കെ. നോക്കിയാ മതി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നടാ. ആണോ? പഴയ പോലെ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു മാറ്റവും ഇല്ല നിനക്ക്. ഇപ്പൊ തന്നെ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തേ? ചുമ്മാ എനിക്കൊന്ന് കാണാൻ വേണ്ടി. ആണല്ലേ? നിനക്ക് തിരക്കുണ്ടോ? ഇല്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി എന്നാ കേട്ടോ. അതെ അതെ ഞങ്ങളുടെ വീട്ടില് ഒരു ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും അങ്ങോട്ട് ക്ഷണിക്കാണ്. ഡിന്നർ കഴിക്കാനേ അതെ. എല്ലാരും വരണം. അല്ല എന്താ സ്പെഷ്യല്? പാമ്പ്, വണ്ട്, പഴുതര, തേല്. You like it tail? നോ വെജിറ്റേറിയൻ. Okay, you like it early. Una kuchi. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയടി.